ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഈ വർക്ക്ഷീറ്റ് ഓൾമോസ്റ്റ് എല്ലാം കണ്ടു. ഇനി അടുത്തായിട്ട് നമുക്ക് കാണാനുള്ളത് ചാർട്ടുണ്ട്, ഒ എ ട്രെൻഡ് ഉണ്ട്, മാക്സ് പെയിൻ, ഓപ്ഷൻ ഗേറ്റ്സ്, ഇതൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. നമുക്ക് ആദ്യം ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പം നിഫ്റ്റിയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. എക്സ്പയറി ഡേറ്റ് 22 ആണ്. നമ്മൾ കഴിഞ്ഞ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത എക്സ്പയറി ഡേറ്റ് 15 ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത വീക്കായി. അടുത്ത വീക്കിൽ 22 വന്നിട്ടുണ്ട്. 22 മെയ് ആണ് അടുത്ത എക്സ്പയറി ഡേറ്റ്. ഇന്നത്തെ ഡേറ്റ് 16 മെയ് ആണ്. ഇപ്പം നമുക്കിതൊന്ന് റിഫ്രഷ് ചെയ്യാം. ഇപ്പം 2 മണി കഴിഞ്ഞ് 7 മിനിറ്റായി, റിഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ചാർട്ട് സെലക്ട് ചെയ്യാം. ഈ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സിമ്പിൾ സെലക്ട് ചെയ്തിരിക്കുന്ന നിഫ്റ്റി ആയതുകൊണ്ട് ചാർട്ടും നമുക്ക് വരുന്നത് നിഫ്റ്റിയുടെ ചാർട്ട് തന്നെ വരും. ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ഇത് വോളിയം, കോളിൻ്റെ വോളിയം ഉണ്ട്, പുട്ടിൻ്റെ വോളിയം ഉണ്ട്, ഇത് കാണിക്കുന്നുണ്ട്. ഇത് പ്രൈസ് ചേഞ്ചസ് ആണ് കാണിക്കുന്നത്. അപ്പം ഈ ഒയുടെ കേസിലെടുക്കുക, നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ കളർ കാണിക്കുന്നതെല്ലാം നെറ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. കോളിൻ്റെ നെറ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഈ കാണിക്കുന്നത്. റെഡ് കളറിലുള്ളത് പുട്ടിൻ്റെ നെറ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒ എ ആണ്. അപ്പോൾ 25,000 നോക്കാമെങ്കിൽ ഹയസ്റ്റ് ഒ എ ആണ് കോളിൻ്റെ. പുട്ടിൻ്റെ ഓൾമോസ്റ്റ് വലിയൊരു റെഡ് കളർ ബാർ കാണുന്ന ഇവിടാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ മെയിൻ പേജിൽ പോയി നോക്കാം. 25,000 നോക്കാമെങ്കിൽ കോളിൻ്റെ ഹയസ്റ്റ് ഒ എ ഇവിടെയാണ് ഫോം ചെയ്തേക്കുന്നത്. ഇതൊരു നേരത്തെ നമ്മൾ കണ്ടാണ്, ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുത്തേക്കാണ്. ഒരു ബാർ, ഗ്രീൻ കളർ ബാർ ഇവിടെ ഫോം ചെയ്തേക്കുന്നത് കൊണ്ടാണ്. ഈ സൈഡ് റെഡ്. 25,000 തന്നെയാണ് പുട്ടിൻ്റെ ഒ എ ഫോം ആയിരിക്കുന്നത്. സെയിം കേസ് ഇതുപോലെ തന്നെ നമ്മളെ ചേഞ്ച് ഇൻ ഒ എയുടെ ഡീറ്റെയിൽസ് അവിടെ കൊണ്ടുവരുന്നുണ്ട്, വോളിയത്തിൻ്റെ ഡീറ്റെയിൽസും അവിടെ ആ ഗ്രാഫിൽ ചാർട്ടിൽ കൊണ്ടുവരുന്നുണ്ട്, പ്രൈസ് ചേഞ്ചും വരുന്നുണ്ട്. ഇതിനെ തന്നെ കുറച്ചുകൂടെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്തേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഇവിടെ. ഇപ്പം ഇതിനൊരു ആക്സിസുകളുണ്ട്. ഗ്രാഫല്ലേ, ഗ്രാഫായപ്പം 2 എക്സ് ആക്സിസ് ഉണ്ട്, വെർട്ടിക്കൽ ആക്സിസ് ഉണ്ട്. ഇത് വൈ ആക്സിസ് ആണ്. ഇപ്പോൾ എക്സ് ആക്സിസ് നമ്മൾ കൊടുത്തേക്കുന്ന ഈ സ്ട്രൈക്ക് പ്രൈസുകളാണ്. ഈ സ്ട്രൈക്ക് പ്രൈസുകൾ നമ്മൾ എക്സ്ചേഞ്ചിലെ മുഴുവൻ കൊടുത്തിട്ടില്ല. നമുക്കിപ്പം ഇവിടെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്ന ഈ 19 സ്ട്രൈക്ക് പ്രൈസുകൾ മാത്രമേ ഈ ഗ്രാഫിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. അതാണ് ഈ കാണുന്നത്. പിന്നെ ഇതിലേക്ക് ഡാറ്റ കൊണ്ടുവരുന്ന എങ്ങനെ നമുക്ക് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ സെലക്ട് ഡാറ്റയിലൊന്ന് നോക്കാം. അപ്പോൾ കാണാൻ പറ്റും. ഒരു സൈഡിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ കൊണ്ടുവന്നേക്കുന്നത് നമ്മൾ സ്ട്രൈക്ക് പ്രൈസസ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. മറ്റേ വെർട്ടിക്കൽ ഇതിൽ വന്നേക്കുന്നത് കോളിൻ്റെ നെറ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്, പുട്ടിൻ്റെ നെറ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെയിം വേ ചേഞ്ച് ഓഫ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കേസ് വരുമ്പോഴും ഇത് തന്നെയാണ്. ഇപ്പം 25,000 ഹയസ്റ്റ് സി എച്ച് ഒ ഐ. അതുപോലെ തന്നെ പുട്ടിൻ്റെ അവിടെ തന്നെയാണ്. നമുക്കത് നോക്കാം. മെയിൻ ഒ ഐ പോയിട്ട് നോക്കാം. ചേഞ്ച് ഇൻ ഒ ഐ, പുട്ടിൻ്റെ ചേഞ്ച് ഇൻ ഒ ഐ 25,000 തന്നെയാണ്. പിന്നെ കോളിൻ്റെ ചേഞ്ച് ഇൻ ഒ ഐ ഇവിടെ തന്നെയാണ്, 25,000 തന്നെയാണ്. ഇവിടെയും സെയിം ഡാറ്റ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇതിൻ്റെ എക്സ് ആക്സിസിൽ സ്ട്രൈക്ക് പ്രൈസുകളാണ്. നമ്മൾ എടുത്തേക്കുന്ന സ്ട്രൈക്ക് പ്രൈസുകൾ 19 സ്ട്രൈക്ക് പ്രൈസ് നമ്മുടെ ഫ്രണ്ട് പേജിൽ കഴിഞ്ഞ വർഷത്തിൽ കണ്ട ആ സ്ട്രൈക്ക് പ്രൈസുകൾ തന്നെയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇവിടെ കോളിൻ്റെ ചേഞ്ച് ഇൻ ഒ എ ആൻഡ് പുട്ടിൻ്റെ ചേഞ്ച് ഇൻ ഒ എ, ഇത് വൈ ആക്സിസിലുമാണ് എടുത്തേക്കുന്നത്. അങ്ങനെയാണ് ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്തേക്കുന്നത്. വോളിയത്തിൻ്റെ കേസിലും ഇത് തന്നെയാണ്. ഹയസ്റ്റ് വോളിയം, പുട്ടിൻ്റെ വോളിയമാണ് ഈ കാണിക്കുന്നത്, കോളിൻ്റെ വോളിയമാണ്. ഇതൊരു ഗ്രാഫിക്കൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ഷാർപ്പായിട്ട് നമുക്കിവിടെ കാണും. അതുപോലെ തന്നെ ഷോർട്ട് കവറിങ് ഉണ്ടെങ്കിൽ ഈ ഗ്രാഫുകളെല്ലാം ഇതിന് താഴോട്ട് വരും. ഇപ്പോൾ 25,000 പുട്ടിൻ്റെ ഷോർട്ട് കവറിങ് ഉണ്ടെങ്കിൽ ഈ ബാർ താഴേക്ക് ഫോം ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസിലി മനസ്സിലാക്കാം അവിടെ ഷോർട്ട് കവറിങ് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കും. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് വർക്ക്ഷീറ്റ് ഒ എ ട്രെൻഡിൻ്റെയാണ്. ഒ എ ട്രെൻഡിൻ്റെ വർക്ക്ഷീറ്റാണ് നമ്മൾ നോക്കുന്നത്. അത് നമ്മൾ ഈ ഫ്രണ്ട് പേജിൽ തന്നെ വരാം. ഇവിടെ നമ്മൾ ഒ എ ട്രെൻഡിൻ്റെ ഇൻ്റർവെല്ല് 135 എന്നുള്ളത് നമ്മൾ 3 മിനിറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. എക്സ്പയറി ഡേറ്റ് 22 മെയ് ആണ്. പിന്നെ മാക്സ് പെയിൻ അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. സ്പോട്ട് വാല്യൂ ആയിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഇവിടുന്ന് റിഫ്രഷ് ചെയ്തിട്ട് പോകാം. ഇവിടെ റിഫ്രഷ് ചെയ്തു, ഡാറ്റ റിഫ്രഷ് ആയിട്ടുണ്ട്. നമ്മൾ ഒ എ ട്രെൻഡിലോട്ട് പോകാം. ഒ എ ട്രെൻഡിൽ വരുമ്പോൾ സ്ട്രൈക്ക് പ്രൈസ്, ഈ ഒ എ ട്രെൻഡ് കാൽക്കുലേഷൻ വേണ്ടി ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന
ഈ 19 സ്ട്രൈക്ക് പ്രൈസുകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അല്ല എക്സ്ചേഞ്ച് ട്രേഡ് ചെയ്യുന്ന മുഴുവൻ സ്ട്രൈക്ക് പ്രൈസുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ 19 സ്ട്രൈക്ക് പ്രൈസാണ് ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത്. ആ 19 സ്ട്രൈക്ക് പ്രൈസ് മാത്രമേ നമ്മൾ ഈ OA ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അതാണ് ഈ കാണിച്ചേക്കുന്നത്. പിന്നെ സ്പോട്ട് കണ്ടല്ലോ, മാക്സ് പെയിനോടെ നേരത്തെ നമ്മളവിടെ കണ്ടു. എക്സ്പയറി ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് നിഫ്റ്റിയുടെയാണ്. നിഫ്റ്റിയുടെ OA ട്രെൻഡാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ അവിടെ ബാങ്ക് നിഫ്റ്റിയാണ് നമ്മൾ സെലക്ട് അവിടെ ചെയ്തേക്കുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ OA ട്രെൻഡ് തന്നെ ഇവിടെ വരും. ഇൻ്റർവൽ 3 ആണ്. അപ്പോൾ നമ്മളിതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പം 3:18 ഇതിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റ് ആയേക്കുന്നത്. നമുക്കിതൊന്ന് വന്ന് 3:21 3 മിനിറ്റ്, ഓരോ 3 മിനിറ്റിലും നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്പോട്ട് വാല്യൂസ് ഉണ്ട്. ഓരോ 3 മിനിറ്റ്സ് കൂടുമ്പോഴുള്ള സ്പോട്ട് വാല്യൂസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഈ സ്ട്രൈക്ക് പ്രൈസിന് നമ്മൾ ഈ കാണുന്ന 19 സ്ട്രൈക്ക് പ്രൈസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കോളിൻ്റെ ചേഞ്ചിന് OA ഇവിടെ കാണാം, റെക്കോർഡാവും. പുട്ടിൻ്റെ ചേഞ്ചിന് OA റെക്കോർഡാവും. ഡിഫറൻസ് ഇൻ OA എന്ന് പറയുന്നത് ഈ പുട്ടിൻ്റെ ചേഞ്ചിൻ OAയിൽ നിന്നും കോളിൻ്റെ ചേഞ്ചിൻ OA മൈനസ് ആയിട്ടുള്ളതാണ് ഈ കാണിക്കുന്നത്. പിന്നെ ചേഞ്ച് ഇൻ ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുട്ടിൻ്റെ ചേഞ്ച് ഇൻ ഡയറക്ഷൻ എന്ന് പറയുമ്പം ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പുട്ടിൻ്റെ ചേഞ്ച് ഇൻ ഡയറക്ഷൻ, OAയുടെ ചേഞ്ച് ഇൻ ഡയറക്ഷൻ കിട്ടും. കോളിൻ്റെ ചേഞ്ച് ഇൻ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടും. ഇങ്ങനെ കിട്ടുന്ന ഡാറ്റയിൽ നിന്നും പുട്ടിൻ്റെ ചേഞ്ച് ഇൻ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് കോളിൻ്റെ ചേഞ്ച് ഇൻ ഡയറക്ഷൻ മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ. മൊത്തത്തിൽ ഇത്രയും സ്ട്രൈക്ക് പ്രൈസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഇൻ ഡയറക്ഷനാണ് ഈ കാണിക്കുന്നത്. പ്രധാനപ്പെട്ട സ്ട്രൈക്ക് പ്രൈസുകൾക്ക് അതാണ് ഈ കാണിക്കുന്നത്. അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ ഇൻഡിക്കേഷൻ വരും. ഡയറക്ഷൻ ഓഫ് ചേഞ്ച് എങ്ങോട്ടാണ്, ഓരോ 3 മിനിറ്റിലും ഉള്ള ഡയറക്ഷൻ ഓഫ് ചേഞ്ച് എങ്ങോട്ടാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ട്രെൻഡ് സെൻറ്റിമെൻറ്റ്സ് എന്താണെന്ന് അറിയാം. പുട്ട് കോൾ റേഷ്യോ ഓരോ 3 മിനിറ്റിലും ഇടവിട്ടുള്ള പുട്ട് കോൾ റേഷ്യോ നമുക്കിവിടെ അറിയാം. ചേഞ്ച് ഓഫ് ഓപ്പണിംഗ് ഇൻട്രസ്റ്റിൻ്റെ, ചേഞ്ചിങ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ പുട്ട് കോൾ റേഷ്യോ നമുക്കറിയാം. വോളിയത്തിൻ്റെ പുട്ട് കോൾ റേഷ്യോയും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് വളരെ നല്ല ടൂളാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഒരു ടൂളാണിത്. അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് മാക്സ് പെയിൻ ആണ്. മാക്സ് പെയിൻ നമ്മൾ നോക്കുന്നതിന് മുമ്പ് ഈ ഷീറ്റ് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് മാക്സ് പെയിനിലോട്ട് പോകാം. അപ്പോൾ ഇത് റിഫ്രഷ് ചെയ്യാം. ഇപ്പോൾ റിഫ്രഷ് ആയിട്ടുണ്ട്. മാക്സ് പെയിൻ 24,900 ഇപ്പോൾ കാണിക്കുന്നത്. സ്പോട്ട് 24,890 കാണിക്കുന്നുണ്ട്. നമുക്ക് മാക്സ് പെയിനെ പറ്റി പറയുകയാണെങ്കിൽ ഓപ്ഷൻ മാർക്കറ്റിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുന്നത് ഓപ്ഷൻ സെല്ലേഴ്സിനാണ്. അത് പുട്ട് ഓപ്ഷൻ ആയാലും കോൾ ഓപ്ഷൻ ആയാലും ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്നവർക്കാണ് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്നത്, ഓപ്ഷൻ ബയേഴ്സിനല്ല. അപ്പോൾ ഈ ഒരു പോയിൻ്റ്, ഈ മാക്സ് പെയിൻ എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവന്നിട്ട് എക്സ്പയർ ചെയ്യാവുന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് എക്സ്പയറിയിൽ ഈ ഒരു പോയിന്റിൽ വന്നിട്ടാണ് എക്സ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സ് പെയിനിലോട്ട് കൊണ്ടുവന്നിട്ട് എക്സ്പയർ ചെയ്യുമ്പം അവിടെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഓപ്ഷൻ റൈറ്റേഴ്സിന് കിട്ടും. അതായത് ഓപ്ഷൻ ബൈ ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക്, പുട്ട് ഓപ്ഷൻ ആയാലും കോൾ ഓപ്ഷൻ ആയാലും വാങ്ങി വെച്ചിരിക്കുന്നവർക്ക് അവരുടെ പൊസിഷൻസ് വർത്ത്ലെസ് ആയി പോകാൻ കൂടുതൽ പോസിബിലിറ്റി ഉള്ളൊരു പോയിൻ്റാണ് ഈ മാക്സ് പെയിൻ. ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓപ്ഷൻ ട്രേഡേഴ്സിന്. അപ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സെയിം ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രൈക്ക് പ്രൈസുകൾ സ്പോട്ട് കണക്ക് കൂട്ടുന്നു. സ്പോട്ട് ഇവിടെ വരുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് സ്ട്രൈക്ക് പ്രൈസ് മുകളിലോട്ടും കുറച്ച് താഴോട്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാക്സ് പെയിൻ്റെ വർക്ക്ഷീറ്റാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ സെൻട്രൽ നമ്മൾ സ്പോട്ട് വാല്യൂ വരുന്നുണ്ട്. കുറച്ച് സ്ട്രൈക്ക് പ്രൈസ് മുകളിലോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്, കുറച്ച് താഴോട്ടും എടുത്തിട്ടുണ്ട്. കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ 24,150 ഇവിടെ കാണിക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ കോളിൻ്റെ എടുത്തിട്ടുണ്ട്, പുട്ടിൻ്റെ OA വാല്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കോൾ വാല്യൂസ് നമ്മൾ കണക്ക് കൂട്ടും, പുട്ട് വാല്യൂവും കണക്ക് കൂട്ടും. അതിനുശേഷം ഈ ടോട്ടൽ എമൗണ്ടിൽ കണക്ക് കൂട്ടിയിട്ട് ഈ ടോട്ടൽ എമൗണ്ടിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആ വാല്യൂവിലായിരിക്കും മാർക്കറ്റ് എക്സ്പയർ ചെയ്യാൻ നോക്കുന്നത്. ഇത് എല്ലാ ദിവസവും മാക്സ് പെയിൻ വരുന്നെങ്കിലും എക്സ്പയറി ഡേറ്റിൽ ഈ ഒരു പോയിന്റിലോട്ട് തന്നെ മാർക്കറ്റ് വരാനാണ് പോസിബിലിറ്റി. ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെ അങ്ങോട്ട് തന്നെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരും എക്സ്പയറി ഡേറ്റിൽ. നമുക്ക് മാക്സ് പെയിൻ നോക്കാമെങ്കിൽ കാണാം എക്സ്പയറി ഡേറ്റിൽ. അപ്പോൾ ഇവിടുത്തെ ലോവസ്റ്റ് വാല്യൂ ഏതാണെന്ന് വെച്ചാൽ അതായിരിക്കും ഇപ്പോഴത്തെ ഇത് മാക്സ് പെയിൻ. അപ്പം ഇവിടെ നോക്കാമെങ്കിൽ ഇപ്പം 5 lakhs 5 സംതിങ് ഉണ്ട്, ഇത് 4 ഉണ്ട്, 4.1 ഉണ്ട്. ഇപ്പോൾ ഇതിൽ 4.60 ഉണ്ട്. അപ്പോൾ ഈ 4 ഈ ഒരു പോർഷനിൽ എവിടെയോ ആണ് ഇതിൻ്റെ
മാക്സ് പെയിൻ നമുക്ക് കാണുന്നത് 415 ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിത് ഓരോ പ്രാവശ്യം ഇങ്ങനെ വന്ന് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു മാക്സ് പെയിൻ്റെ ഇവിടെ ഒരു വി ലുക്കപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മിനിമം നമ്പർ ഏതാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ഈ സ്ട്രൈക്ക് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കിവിടെ കാണിക്കും. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് ഒരു ജസ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. മാർക്കറ്റ് ഈ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന സ്ട്രൈക്ക് പ്രൈസുകളെല്ലാം ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് ഏത് പോയിന്റിലോട്ടാണ് ഏറ്റവും കുറഞ്ഞ പോയിന്റ് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാഫിക്കലി തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഒരു പോയിന്റാണ് ഏറ്റവും കുറവായിട്ടുള്ളത്. ഇവിടോട്ട് തന്നെ മാർക്കറ്റ് എക്സ്പയറിയിലോട്ട് വരും. ഓരോ ദിവസവും മാക്സിമം വേരി ചെയ്യും. എക്സ്പയറി ഡേറ്റിൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് അവിടോട്ട് തന്നെ കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെറ്റിൽ നോക്കാൻ കാണാൻ പറ്റും. ഇപ്പം മാക്സ് പെയിൻ ഇവിടെ നോക്കാം. നമുക്ക് മാക്സ് പെയിൻ ഓർ ദ മാക്സ് പെയിൻ പ്രൈസ് ഈസ് ദ സ്ട്രൈക്ക് പ്രൈസ് വിത്ത് ദ മോസ്റ്റ് ഓപ്പൺ കോൺട്രാക്ട് puts and calls and the price at which the stock would cause financial losses for the largest number of option holders at expiration. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓപ്ഷൻ ബൈ ചെയ്തേക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഫൈനാൻഷ്യൽ ലോസ് തരാവുന്ന ഒരു പോയിൻ്റാണ് അവിടോട്ട് കൊണ്ടുവന്നിട്ട്. എക്സ്പയറിയിൽ മാക്സിമം അവിടോട്ട് തന്നെ കൊണ്ടുവരും. മാക്സ് പെയിൻ കാൽക്കുലേഷൻ ഇൻവോൾവ് സമ്മേഷൻ ഓഫ് ദ ഇത് ഡോളർ വാല്യൂ അത് നോക്കണ്ട, നമ്മുടെ നോക്കിയാൽ ഔട്ട്സ്റ്റാൻഡിങ് പുട്ട്സ് ആൻഡ് കോൾ ഓപ്ഷൻസ് ഫോർ ഈച്ച് ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസ്. അങ്ങനെയാണത് കണക്ക് കൂട്ടുന്നത്. പിന്നെ അതിന് വേറൊരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. only one party can make money, either the option buyer or option seller. From the above statement it is clear that sellers are the one making money. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെയാണ് സെല്ലേഴ്സിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു പോയിന്റിലാണ് ഇത്. പിന്നെ വൺ മോർ തിങ് ഉണ്ട്. If option sellers tend to make maximum money, then it is also means that the price of the option expiry date should be driven to a point where it should cause least amount of loss to the option writers. അവർക്ക് കുറച്ച് ലോസ് വരുമ്പോൾ മാക്സിമം ലോസ് വരുന്നത് ഓപ്ഷൻ ബയേഴ്സിനായിരിക്കും. ഒരു തിയറിയും കൂടെ ഉണ്ട്. ഈ പോയിന്റ് 2 ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ then it is further implies that the option prices can be manipulated at least on that day of expiry. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. വൺ മോർ പോയിന്റ്. If point 3 is true, then it is further implies that there exists a group of traders who can manipulate the option prices at least on the day of expiry. ഈ വർക്ക് ബുക്കിൽ 4 ഷീറ്റുകളോളം നമ്മൾ കണ്ടു. മെയിൻ ഷീറ്റ് ഇതായിരുന്നു. OA ട്രെൻഡ് നമ്മൾ കണ്ടു, ചാർട്ട് നമ്മൾ കണ്ടു, പിന്നെ മാക്സ് പെയിൻ നമ്മൾ കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് കോൺട്രിബ്യൂട്ടേഴ്സാണ്. കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ സിമ്പിൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പം നിഫ്റ്റി അകത്തുള്ള 50 സ്റ്റോക്കുകളുണ്ട്. ഈ സ്റ്റോക്കുകൾ ഇൻഡെക്സിന് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് ലാഗ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയണം. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ബാങ്ക് നിഫ്റ്റിയെ സെലക്ട് ചെയ്യുമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് അതറിയണം. അതിലെ ഓരോ സ്റ്റോക്കുകളും എത്രമാത്രം നമുക്ക് ഇൻഡെക്സിലോട്ട് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ലാഗ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കറിയണം. അപ്പം ആദ്യം നമുക്ക് ഇവിടെ ഹോം പേജിൽ നിന്ന് മാർക്കറ്റ് ഡാറ്റയിൽ പോയിട്ട് ഇൻഡീസസ് ഇതിൽ പോവുക. അപ്പോൾ ഇവിടെ നിഫ്റ്റി 50 ഉണ്ട്. നിഫ്റ്റി 50യുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. ഓപ്പൺ എത്രയാണ്, ഹൈ എത്രയാണ്, ലോ എത്രയാണെല്ലാം ഇവിടെ കാണാൻ പറ്റും. നമ്മൾ നിഫ്റ്റി 50യിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിനകത്തെ ഓരോ സ്റ്റോക്കുകളും നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച്, ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്, കോൺട്രിബ്യൂഷൻ എത്രയാണ്, ഇതെല്ലാം നമുക്കിവിടെ കാണാം. ഇത് നമുക്കൊരു എക്സൽ ഷീറ്റിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ നോക്കുകയാണ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ കോൺട്രിബ്യൂട്ടേഴ്സ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ ഏത് ഇൻഡെക്സാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ നിഫ്റ്റി സെലക്ട് ചെയ്യാമെങ്കിൽ നിഫ്റ്റി സെലക്ട് ചെയ്യുന്നു. ഒന്ന് റിഫ്രഷ് ചെയ്യണം. റിഫ്രഷ് ചെയ്തതിന് ഈ സ്റ്റോക്സ് കുറേ താഴോട്ട് വരാൻ കാണും ചിലപ്പോൾ. അതുകൊണ്ട് അതിനെ ഒന്ന് അപ്പോൾ നമുക്ക് കാണാം 50 സ്റ്റോക്സുകളിൽ 41 സ്റ്റോക്കുകൾ ഡിക്ലൈനാണ്, കുറഞ്ഞു നിൽക്കുകയാണ്. ആ 41 സ്റ്റോക്കുകൾ ഈ സൈഡിൽ വന്നിട്ടുണ്ട്.
ഇവരുടെ ഈ ഡിക്ലൈൻസിൻ്റെ എല്ലാം കൂടെ ഓവറോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ -234.57 ആണ്. ഇത്രയും പോയിൻ്റാണ് നമ്മൾ ലാഗ് ചെയ്യുന്നത് ഇൻഡെക്സിന്. ഈ 9 സ്റ്റോക്കുകൾ മാത്രം കൂടി നിൽക്കുകയാണ്. അതിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഈ 13.17. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തുള്ളതാണ് ഇൻഡെക്സ് നമ്മൾ കാണുന്ന ഇൻഡെക്സ്. അപ്പോൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കാം നമുക്ക്. ഇപ്പോൾ HDFC ബാങ്കിൽ ഏറ്റവും കൂടുതൽ ലാഗ് ചെയ്യുന്നത് ഏതാണെന്ന് നോക്കാം, ഈ HDFC ബാങ്കാണ്. HDFC ബാങ്ക് 1.11% ഇതാണ് നമ്മൾ നോക്കുന്നത്. HDFC ബാങ്ക് 1.1% ഡൗൺ ആണ്, 21 രൂപയോളം കുറവാണ്. പക്ഷേ അത് കോൺട്രിബ്യൂഷൻ -36 ആണ്. താഴോട്ടാണ് അതിൻ്റെ വെയിറ്റേജ്. അപ്പം -36 ആണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ. ഇൻഡെക്സിൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഇതാണ്. അതുപോലെ പിന്നെ ICICI ബാങ്ക് നോക്കാമെങ്കിൽ അതുപോലെയാണ്. 0.77 ആണ് അതിൻ്റെ മൈനസാണ് അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച്. പക്ഷേ അതിൻ്റെ കോൺട്രിബ്യൂഷൻ വരുമ്പോൾ -14 സംതിങ് ആണ്. നമ്മൾ മാക്സ് പെയിൻ പറഞ്ഞപ്പോൾ എക്സ്പയറി ഡേറ്റിൽ വേണമെങ്കിൽ അത് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുക, ഇൻഡെക്സിനെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ ഇപ്പോൾ താഴോട്ട് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഡെക്സ് വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ താഴോട്ട് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് താഴോട്ട് വരും. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ശക്തമായിട്ട് മുകളിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്റ്റോക്കുകളുണ്ടെങ്കിൽ അതിനെ ബൈ ചെയ്യുമ്പം ഇൻഡെക്സ് കോൺട്രിബ്യൂഷൻ കൂടുതലായിട്ട് വരും. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ നിഫ്റ്റിയുടെ കേസിലാണ് ഞാനീ കാണിച്ചത്. അത്യാവശ്യം വേണ്ട വിവരങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ട്, പ്രീവിയസ് ക്ലോസിംഗ് ഉണ്ട്, ഹൈ ലോ ഉണ്ട്, ചേഞ്ച് ഉണ്ട്, ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ഉണ്ട്, എന്താണ് അതിൻ്റെ വെയിറ്റേജ്, കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നിഫ്റ്റിക്ക് വരെ നമ്മളിപ്പം സപ്പോസ് ബാങ്ക് നിഫ്റ്റി എടുക്കുന്നെങ്കിൽ ബാങ്ക് നിഫ്റ്റി സെലക്ട് ചെയ്യുക, ഒന്ന് റിഫ്രഷ് ചെയ്യുക. അത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. 11 സ്റ്റോക്കുകളും താഴെ കാണാം, റെഡ് കളറിൽ കാണാം. ഒരെണ്ണം മാത്രമേ ഉള്ളൂ അഡ്വാൻസ്. അപ്പം ഇതിലും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കോൺട്രിബ്യൂഷൻ താഴോട്ട് ലാഗ് ചെയ്യുന്നത് HDFC ബാങ്കാണ് കണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടത് ഇൻഡെക്സുകളും ഇൻഡീസസും ഒക്കെയാണ് കണ്ടത്. ഈ മെയിൻ പേജിൽ നമുക്ക് നോക്കാമെങ്കിൽ നമ്മളിവിടെ സിമ്പിൾ സെലക്ട് ചെയ്യുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി, ഫൈനാൻഷ്യൽ നിഫ്റ്റി ഇതൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റോക്കിന് ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ വന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അതിനുവേണ്ടിയുള്ളതാണ് ഈ വർക്ക്ഷീറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടൽ സ്റ്റോക്സ് 217 എന്ന് പറഞ്ഞു. F&O ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ എക്സൽ ഷീറ്റിൽ കൊണ്ടുവരാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നിഫ്റ്റിയിൽ നമ്മൾ ഓപ്ഷൻ ചെയിനിൽ പോകുന്നു. ഓപ്ഷൻ ചെയിൻ സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ നേരത്തെ നിഫ്റ്റി, ഫൈനാൻഷ്യൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇതൊക്കെ സെലക്ട് ചെയ്താണ് പോയത്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ ഇവിടെ സെലക്ട് സിമ്പിൾ, ഇവിടെ നമ്മളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് ആരതി ഇൻഡസ്ട്രീസ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഡീറ്റെയിൽസാണ് ഈ വന്നിരിക്കുന്നത്. ഇതും നമുക്ക് എക്സൽ ഷീറ്റിൽ അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിന് പകരം നമ്മൾ ABB എടുക്കുകയാണെങ്കിൽ ABBയുടെ ഡീറ്റെയിൽസ് ഇവിടെ വരും. എക്സ്പയറി നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇത് 29th Mayക്ക് വേണ്ടിയുള്ളതാണ് വരുന്നത്. സെയിം തിങ് ആണ് നമുക്ക് ഈ എക്സൽ ഷീറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ആദ്യം നമ്മളിപ്പം ആരതി ഇൻഡസ്ട്രീസ് എടുത്തിരിക്കുന്നത്, ഇതൊന്ന് റിഫ്രഷ് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. അതിനുശേഷം അടുത്തത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ABBയുടെ സെലക്ട് ചെയ്യാം. ABBയുടെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ OI റിഫ്രഷ് ചെയ്യണം. OI റിഫ്രഷ് ചെയ്യുന്നു വരുന്നു. അപ്പോൾ ഇതിലും നമുക്ക് ട്രെൻഡ് എന്താണെന്ന് അറിയാൻ പറ്റും. OI ചേഞ്ചസ് എങ്ങനെയാണെന്ന് അറിയാം, പ്രൈസ് ചേഞ്ചസ് എങ്ങനെയാണ്, ഏകദേശം ഒരു ഐഡിയ കിട്ടും. എവിടെയാണ് ബിൽട്ടപ്പ്, കോളിൻ്റെ സൈഡിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ബിൽട്ടപ്പ്, പുട്ടിൻ്റെ സൈഡിൽ എവിടെയാണ് കൂടുതൽ ബിൽട്ടപ്പ് എന്നൊക്കെ ഉള്ളതെല്ലാം നമുക്ക് ഏകദേശം ഒന്ന് അറിയാൻ പറ്റും. ഇതിൽ ഇപ്പം ABB ക്യാപിറ്റൽ എടുക്കുന്നെങ്കിൽ ABB ക്യാപിറ്റൽ എടുക്കുക, റിഫ്രഷ് ലിസ്റ്റ്, റിഫ്രഷ് OI, ഉടൻ തന്നെ ആ ഡീറ്റെയിൽസ് വരും. മിക്കവാറും ഈ കാണുന്ന എല്ലാ സ്റ്റോക്കുകളും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്.